everyone, welcome to Disha Academy. So, നമ്മുടെ SSC CGL exams വരുന്ന ജൂൺ ജൂലൈ മന്തിൽ ഉണ്ടാവും. ഓൾറെഡി SSC calendar വന്നു കഴിഞ്ഞു. ന്യൂ ഇയർ ആണ്, എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ഇനിയുള്ള 6 മന്ത്സിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഏകദേശം റഫ്ലി ഒരു 6 മാസമാണ്. ഈ ജാനുവരി മന്ത് മൊത്തം നമ്മുടെ കയ്യിലുണ്ട്. ഒരു ജൂൺ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മേ ബി എക്സാം ജൂലൈയിലായിരിക്കാനുള്ള ചാൻസും ഉണ്ട്. എന്നാലും ഒരു ജൂണോടുകൂടി നമുക്ക് സിലബസ് മോക്കും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ നമുക്ക് എത്ര സമയം കിട്ടിയാലും അതൊരു ബോണസ് ടൈമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യാനും നമ്മുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് SSC CGL എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എക്സാമിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. SSC CGL എക്സാംസിന് നമ്മൾ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് 4 സബ്ജക്റ്റുകളാണ് ടയർ 1ന് വേണ്ടിയിട്ട്. ഏതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് മാത്സ് ഉണ്ട് അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റീസണിങ് ഉണ്ട്, പിന്നെ GK വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഓക്കെ, ഈ 4 പോർഷനിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മൾക്ക് ടയർ 1ന് ചോദിക്കുന്നത്. ഈക്വൽ വെയിറ്റേജ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഓരോ സെഷനിലും 50 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ടോട്ടൽ 200 മാർക്കിനാണ് നമ്മളുടെ SSC CGL എക്സാം എന്ന് പറയുന്നത് അല്ലേ. 4 സബ്ജക്ട്സ് മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ്, 25 ക്വസ്റ്റ്യൻ വീതം. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എത്ര മാർക്ക് വെച്ചിട്ട് വരും? 2 മാർക്ക് വെച്ചിട്ട് വരും. അങ്ങനെ ടോട്ടൽ 200 മാർക്ക്, 50 മാർക്ക് ഓരോ സബ്ജക്റ്റിനും. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് എക്സാം വരുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് വന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 153 മാർക്കായിരുന്നു. ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 153 മാർക്കായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ OBC കട്ട് ഓഫ് എന്ന് പറയുന്നത് 146 മാർക്കായിരുന്നു. കഴിഞ്ഞ വർഷം കമ്പാരിറ്റീവ്ലി ഒരു ഹയർ വേക്കൻസി ഉള്ളൊരു വർഷമായിരുന്നു. 17,000-ൽ കൂടുതൽ 18,000 വേക്കൻസി അടുപ്പിച്ച് വന്ന ഒരു വർഷമായിരുന്നു. എന്നിട്ട് പോലും നമുക്ക് 153 മാർക്ക് നമ്മുടെ ജനറൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സാംസിനോടുള്ള നമ്മുടെ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നു. വളരെ ഹാർഡായിട്ട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നുണ്ട്? കട്ട് ഓഫ് കൂടി വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, എക്സാംസ് കുറച്ചും കൂടി ഒരു ഈസിയർ സൈഡിലാണ് ഉണ്ടായിരുന്നത്. നമ്മളെപ്പോൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവും കുറച്ച് വർഷമായിട്ട് SSC എക്സാംസിന് മാത്സും റീസണിങ്ങും ഏകദേശം ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്ത് പോകുന്നത്. മാക്സിമം എല്ലാവരും തന്നെ ഫുൾ മാർക്കോ അല്ലെങ്കിൽ ഇതിന് രണ്ടിന് വരുന്ന 100 മാർക്കിൽ ഒരു 90 മാർക്കെങ്കിലും സ്കോർ ചെയ്യുന്ന രീതിയിലാണ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാക്കി ഇംഗ്ലീഷിലും GKയിലുമാണ് കുറച്ചെങ്കിലും ഒരു എന്താ പറയുക റാങ്ക് മേക്കിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. മാത്സും റീസണിങ്ങും എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അതും എന്തിന് കാരണമായിട്ടുണ്ട്? എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ് മെയിനായിട്ട് കട്ട് ഓഫ് ഹയർ റേഞ്ചിലേക്ക് പോകാനുള്ള ഒരു കാരണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 140 to 160 റേഞ്ചിൽ നമുക്ക് മാർക്ക് വരുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം മിനിമം. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ എന്താ പറയുക ലാസ്റ്റ് ഒരു 5th മന്ത് 6th മന്തിൽ നമുക്ക് പ്രീവിയസ് ഇയർ മോക്ക് ചെയ്യുന്ന സമയത്ത് 160+ മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ ഏറ്റവും സേഫായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കി ഇപ്പോൾ എക്സാം ടഫാണെങ്കിൽ അല്ലെങ്കിൽ ടഫർ ഷിഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രമല്ല എക്സാം എഴുതുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കോറും അതനുസരിച്ച് അഡ്ജസ്റ്റ് ആയിക്കൊള്ളും. പക്ഷേ പ്രീവിയസ് ഇയർ 2024ൻ്റെ മോക്കുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 160-ൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയാലാണ് നിങ്ങൾക്ക് ഇനി വരുന്ന SSC CGL ക്രാക്ക് ചെയ്യാൻ പറ്റുക. അത് സംഭവിക്കാത്തൊരു കാര്യമല്ല. കാരണം നമുക്ക് എക്സാംസ് ക്ലിയർ ചെയ്യുന്നല്ലേ, നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ് എക്സാംസ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സംഭവിക്കാത്ത ഒരു കാര്യമല്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ സ്കോറിലോട്ട് അടുപ്പിച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ടത് പറ്റും. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ വർക്കിംഗ് ഒന്നുമല്ല, നിങ്ങൾക്ക് എന്താ പറയുക ഫുൾ ടൈം ഈ SSC
പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരാളാണെങ്കിൽ 8 to 10 hours എങ്കിലും നിങ്ങൾ ഡെയിലി പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 8 to 10 hours എങ്കിലും നിങ്ങൾ ഡെയിലി പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ഹൗസ് വൈഫാണ്, അങ്ങനെ പേഴ്സണലി നിങ്ങൾക്ക് അത്ര സമയം ഫുൾ ടൈം പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ടൈം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ രാവിലെ നിങ്ങളൊരു 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ഒരു എക്സ്ട്രാ 2 മണിക്കൂർ നേരത്തെ എണീറ്റ്, ഒരു 4 മണിക്ക് എണീറ്റ് ഒരു 2 മണിക്കൂർ പ്രിപ്പയർ ചെയ്യുക. കാരണം വൈകിട്ട് നമ്മൾ എക്സ്ട്രാ ഇരുന്നാലും നമ്മുടെ ഫുൾ ഡേ നമ്മളിപ്പോൾ വർക്കിങ്ങിലാണെങ്കിലോ, നമുക്ക് ഫാമിലി ഉണ്ട്, കുട്ടികളെ നോക്കാനുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളാണെങ്കിലും നമ്മൾ പകൽ ഫുൾ എനർജി ഡ്രെയിൻ ചെയ്തിട്ട് ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാരും ടയേർഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഓഫ് എനർജി ഉള്ള, നിങ്ങൾ ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുന്ന മോർണിംഗ് ടൈം നിങ്ങളൊരു 2 മണിക്കൂർ നേരത്തെ എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക, മാക്സിമം പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ കിടക്കുമ്പോൾ കുറച്ച് നേരത്തെ കിടന്നോളൂ. പിന്നെ ത്രൂ ഔട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്കൊരു 6 hours എങ്കിലും സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ബിക്കോസ് സ്ലീപ്പ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. 6 മാസത്തിന് ശേഷമാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ സ്ലീപ്പൊക്കെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമ്മുടെ ഹെൽത്തൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് 6 hours എങ്കിലും നിങ്ങൾ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. 8 to 10 hours എങ്കിലും നിങ്ങൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇത്രയും നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. നമുക്കിനി നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് പോകാം. നമ്മളൊരു 160 റേഞ്ചിൽ സ്കോർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാമിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുക എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആ യുദ്ധത്തിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിഷനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇറങ്ങുന്നത് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം നമ്മൾക്കൊന്നും അറിയാതെ നമ്മൾ അതിലേക്ക് ചെന്ന് ചാടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് എക്സാം എന്താണ്, അതിൻ്റെ പാറ്റേൺ എന്താണ്, അതിന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെല്ലാം തന്നെ നമ്മൾ ഇന്ന് തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എക്സാം പാറ്റേണിനെ പറ്റിയിട്ടും എക്സാമിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൃത്യമായിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കൃത്യമായ നോട്ട് ഉണ്ടായിരിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസോഴ്സ് ഏതാണോ അതിൻ്റെ PDF-കളോ അല്ലെങ്കിൽ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സുകളാണെങ്കിൽ നോട്ടുകളോ ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം. ഈ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതും ഹാർഡ് കോപ്പി എടുക്കുന്നതും ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ തൽക്കാലം കൺസിഡർ ചെയ്യരുത്. ബിക്കോസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാമിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവുന്നു. അതിനുശേഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടുള്ള നോട്ട്സ് അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയിൽ റെക്കോർഡുകൾ വെക്കുന്നു. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൺലൈനിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓൺലൈൻ റിസോഴ്സുകൾ തന്നെ കീപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ മാക്സിമം നമ്മുടെ ഹാൻഡ് റിട്ടേൺ ഷോർട്ട് നോട്ടുകൾ ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷനിൽ നമ്മൾ പല കാര്യങ്ങളും വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ ഹാർഡ് കോപ്പിയാക്കി നിങ്ങൾ സൂക്ഷിക്കുക. മാക്സിമം ഏത് ക്ലാസ് കണ്ടാലും ലെക്ചർ നോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രിൻറ്റഡ് ഫോം ഓഫ് നോട്ട്സിനേക്കാളും നിങ്ങളുടെ ഹാൻഡ് റിട്ടേൺ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണോ അതിനെ നിങ്ങൾ നോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. നോട്ടുകൾ മാക്സിമം നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ, ഇംഗ്ലീഷിലോ മലയാളത്തിലോ മംഗ്ലീഷിലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണോ അത് നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെയുള്ളത് റിവിഷനാണ്. റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ വലിയൊരു സിലബസ് നമ്മൾ പഠിച്ച് നമ്മൾ എന്താ പറയുക അത് എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പലപ്പോഴും എക്സാം എഴുതുമ്പോൾ പല കുട്ടികളും പറയുന്നത്, മിസ്സേ ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ക്വസ്റ്റ്യൻ ഭയങ്കര ഫെമിലിയർ ആണ്, പക്ഷേ ഓപ്ഷനിൽ നിന്ന് എനിക്ക് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നല്ല ഓർമ്മ കാണും, പക്ഷേ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് റിവിഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന നോട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയും നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഈ റിവിഷൻ നിങ്ങൾ സെക്ഷനലി ചെയ്യുക, ടോപ്പിക് വൈസ് റിവിഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് അതിനുശേഷം ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത് സെക്ഷണൽ മോക്കുകളാണ്. സെക്ഷണൽ മോക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോമുകളുമുണ്ട്. ദിശയുടെ തന്നെ ലേണിംഗ് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് മോക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, വളരെ കോമൺ ആയിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഒലീവ് ബോർഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിശ ലേണിംഗ് ആപ്പിൽ നിന്നും
മോക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദിശ ലേണിംഗ് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് മോക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രീവിയസ് ഇയർ മോക്കുകൾ തന്നെ നിങ്ങൾക്ക് ഇവിടെയും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ സെക്ഷണൽ മോക്സ് വൺസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുൾ മോക്കുകൾ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് റിവിഷനിലേക്ക് പോവാം. സെക്ഷണൽ മോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആദ്യമായിട്ട് തുടങ്ങുന്നൊരു കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ബാക്കിയുള്ളവർക്ക് അറിയാമായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, GK ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം 25 ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ മാത്സിൻ്റെ മാത്രം 25 ക്വസ്റ്റ്യൻസ് ഒരു ടൈമിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്ഷണൽ മോക്ക് എന്ന് പറയുന്നത്. ഇനി ഫുൾ മോക്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഫുൾ മോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും GKയും എല്ലാം ഒന്നിച്ച് 25 ക്വസ്റ്റ്യൻ്റെ സെറ്റുകൾ വീതം, അതായത് 100 ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് ചെയ്യുന്നതിനാണ് ഫുൾ മോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിവിഷൻ്റെ സമയത്ത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ബുക്കുകളുണ്ട്, പ്രിൻറ്റഡ് ബുക്കുകളുണ്ട്. പിന്നാക്കിളിൻ്റെ ബുക്കൊക്കെ അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള റിസോഴ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് അവസാനം ഫൈനലി ഉള്ളൊരു 1 മന്ത് റിവിഷനും കൂടെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അതിനു മുന്നേ നമ്മൾ പറഞ്ഞു നമ്മളെ പാത്ത് എന്താണ്? നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നു, അനാലിസിസ് ചെയ്യുന്നു, ഈ അനാലിസിസിൻ്റെ റിവിഷൻ ചെയ്യുന്നു. സിലബസ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഈ സിലബസ് കംപ്ലീഷൻ ഞാൻ ജനറലി തന്നെ പറയുകയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഒരു 3 to 4 മന്ത്സിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസോഴ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ബുക്കുകൾ ഡിപ്പെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഡ്യൂക്കേറ്റേഴ്സിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെയുള്ള മാരത്തോൺ വീഡിയോസൊക്കെ കണ്ടു നോക്കാം, മാരത്തോൺ വീഡിയോസൊക്കെ കണ്ട് പഠിക്കാം. ഓക്കെ, അതാകുമ്പോൾ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ഇപ്പോൾ പൊളിറ്റി ഇൻ 6 hours 6 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ പൊളിറ്റിയുടെ ഒരു ജനറൽ ഐഡിയ കിട്ടും. അങ്ങനെയുള്ള മാരത്തോൺ വീഡിയോസ് യൂട്യൂബിൽ അത് കാണാം. അതല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റായിട്ട് എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ബുക്കുകളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബുക്കുകളെന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിനാണെങ്കിൽ നീതു സിംഗിൻ്റെ ബുക്ക് കോമൺ ആയിട്ട് പറയാറുണ്ട്. GK ആണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും പറയുന്ന ബുക്കെന്ന് പറയുന്നത് തരുൺ ഗോയൽ GK കോമൺ ആയിട്ട് പറയുന്നൊരു ബുക്കാണ്. പിന്നാക്കൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി മാത്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാകേഷ് യാദവിൻ്റെ ബുക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ എഗെയിൻ പിന്നക്കളിൽ കിരൺസിൻ്റെ പ്രീവിയസ് ഇയർ ബുക്ക്, ഇതൊക്കെ യൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, GK ആണെങ്കിൽ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് പോകേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്കൊരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദിശയുടെ ഓൺലൈൻ കോഴ്സുകളുണ്ട്. വർക്കിംഗ് ആയിട്ടുള്ളവർക്കും വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഹൗസ് വൈഫ് അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ പ്രിഫർ ചെയ്യാൻ പറ്റിയ കോഴ്സാണിത്. ഏകദേശം എല്ലാ സിലബസും, ഏകദേശം അല്ല ടോട്ടൽ സിലബസ്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് എല്ലാമായിട്ട് പോകുന്ന ഓൺലൈൻ കോഴ്സുകളാണ്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ടാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരും. എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇനി ഓഫ്ലൈൻ സെൻറ്റേഴ്സിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കട്ട് ഒക്കെ ദിശയ്ക്ക് ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കും നിങ്ങൾക്ക് പോവാം. ഇനി അതല്ല നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഏത് കോച്ചിങ് സെൻ്റർ ആണോ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ അതിലേക്ക് നിങ്ങൾക്ക് പോവാം. കോച്ചിങ്ങിന് പോകേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട്സ് കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഇത്രയും ബുക്കുകൾ റെഫർ ചെയ്ത് ഒരു നോട്ട് കളക്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് കിട്ടാനാണ്. ബാക്കിയെല്ലാം തന്നെ നിങ്ങളുടെ എഫേർട്ടാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ചെയ്യാൻ പറ്റുന്നതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കാര്യമാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച എല്ലാ കാര്യങ്ങളും, അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സ്, എല്ലാ സബ്ജക്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഫുൾ ടൈം ഒരു മെൻറ്റർഷിപ്പ് കിട്ടും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഓപ്പൺ ചെയ്ത് തരും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് തന്നെയാണ് എല്ലാവർക്കും ചെയ്ത് തരാൻ പറ്റുക. പക്ഷേ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട്
മാക്സിമം വർക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. അതിൻ്റെ സപ്പോർട്ടാണ് നമ്മൾക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റുക. അതും കൂടെ മനസ്സിൽ വെക്കുക, നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാമർ ഉണ്ടാവും, വൊക്കാബ് ഉണ്ടാവും, അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ, റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഗ്രാമറിൽ നിന്ന് നമുക്കൊരു 6 to 8 ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റുകളിലും ആവറേജ് ആയിട്ട് കഴിഞ്ഞ 2024 SSC CGL ചോദിച്ചിട്ടുണ്ട്. വൊക്കാബിൽ നിന്ന് 10 to 12 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ നിന്ന് ഒരു 7 ക്വസ്റ്റ്യൻസ് വരെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്രാമറിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കവർ ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്കുകൾ ഉപയോഗിക്കാം. നീതു സിംഗിൻ്റെ തന്നെ ബുക്ക് വാങ്ങാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടമുള്ള ഒരു എഡ്യൂക്കേറ്ററിനെ ഫോളോ ചെയ്യാം. ഇതുമല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററിലോ ഓഫ്ലൈൻ സെൻറ്ററിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. എങ്ങനെയായാലും ഒരു മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രാമറിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഗ്രാമറിൻ്റെ സിലബസ് ഒരു മാസം അല്ലെങ്കിൽ മാക്സിമം ഒരു 45 ഡേയ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള നോളജ് അനുസരിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് PYQ ചെയ്ത് തുടങ്ങാം. ചാപ്റ്റർ വൈസ് എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്, വേർബിൻ്റെ അല്ലെങ്കിൽ ആഡ്വർബിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണോ അതിൻ്റെ ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഒരു മാസം പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോപ്പിക് വൈസ് ഗ്രാമറിൻ്റെ മൊത്തം PYQ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഒരു മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങളൊരു ജനറൽ ഐഡിയ ഗ്രാമറിൻ്റെ സിലബസിനെ പറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഗ്രാമർ റൂളുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോവുക. ഇതാണ് നിങ്ങൾക്ക് ഗ്രാമറിന് ചെയ്യാൻ പറ്റിയത്. 6 to 8 ക്വസ്റ്റ്യൻസ് ആണ്. വലിയ ഗ്രാമർ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ബേസിക് ഇംഗ്ലീഷ് നോളജും ജസ്റ്റ് നിങ്ങളൊന്ന് എന്താ പറയുക ഒരു എഫേർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി കോംപ്രിഹെൻഷൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾ വായിക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാതെ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു ഹാഫ് ആൻ അവർ ഒരു ആർട്ടിക്കിൾ വായിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിക്കിളൊന്നും വായിക്കാൻ തീരെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നല്ലൊരു ഇംഗ്ലീഷ് നോവൽ വായിക്കാനോ, മാക്സിമം ന്യൂസ് പേപ്പർ വായിക്കാനോ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ ഈ പോർഷൻ നിങ്ങൾക്ക് ഇംപ്രൂവ് ആയി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് ആ വായിക്കുന്ന സ്പീഡ് ഒന്ന് കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ വൊക്കാബിലേക്ക് വരുമ്പോൾ 2019 2024 ഇടയിൽ ചോദിച്ച മൊത്തം വൊക്കാബുലറിയും നിങ്ങൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ബ്ലാക്ക് ബുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മിക്കവാറും വൊക്കാബിൻ്റെ കമ്പൈലേഷൻസ് തരുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. വൊക്കാബ് നമ്മൾ ത്രൂ ഔട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഒരു 6 months തന്നെ നമുക്ക് വേണ്ടി വരും മൊത്തം വൊക്കാബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ഒരു 50 വൊക്കാബ് വെച്ചെങ്കിലും പഠിച്ചു പോവുക. ഈ 50 വൊക്കാബ് നിങ്ങൾ റിവിഷൻ ചെയ്യുക. ഓക്കെ, 2-3 times റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. വൊക്കാബുലറി പഠിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് റിവിഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും വാക്കുകൾ കാണുകയാണെങ്കിൽ ആ വാക്കുകൾ അതിൻ്റെ ആൻറ്റണിംസ് സിനോണിംസ് ഒക്കെ എഴുതി വെച്ച് വൊക്കാബുലറി ബുക്കിലേക്ക് അത് നിങ്ങൾ ആഡ് ചെയ്യുക. ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബുക്കുകൾ കീപ്പ് ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗ്രാമർ സിലബസ് നിങ്ങൾ 1 month കംപ്ലീറ്റ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് അടുത്ത ഒരു മാസം ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ടോപ്പിക് വൈസ് മോക്കുകളും അതുപോലെ സെക്ഷണൽ മോക്കുകളും ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. കോംപ്രിഹെൻഷനും നിങ്ങൾ റെഗുലർലി ഒരു 2-3 മാസം കൊണ്ട് ഇമ്പ്രൂവ് ആക്കി എടുക്കേണ്ട കാര്യമാണ്. കോംപ്രിഹെൻഷൻ ആർക്കും നമ്മൾ പഠിപ്പിച്ച് തരാൻ പറ്റില്ല, നമുക്ക് പഠിക്കാനേ പറ്റൂ എന്ന് പറയും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, നല്ലോണം ഇംഗ്ലീഷ് വായിക്കുക. മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ആ വായിക്കുന്നത് ന്യൂസ് പേപ്പർ ആണെങ്കിൽ ചിലപ്പോൾ എക്സാംസിന് ന്യൂസ് പേപ്പറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ പാരഗ്രാഫുകളൊക്കെ എടുത്ത് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ ഈസി ആയിട്ടുണ്ടാവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വൊക്കാബ് മാക്സിമം കവർ ചെയ്യുക. മിനിമം 50 വൊക്കാബെങ്കിലും ഒരു ദിവസം നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ഫുൾ ടൈം ആസ്പിരൻ്റ് ആണെങ്കിൽ ഒരു 100 വൊക്കാബ് ഡെയിലി പഠിച്ചിരിക്കുക. ഓക്കെ, ഒരു 25 ആൻറ്റണിമ്, 25 സിനണിമ്, 1 word സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു 25 അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാനും റിവൈസ് ചെയ്യാനുമുള്ള സൗകര്യം അനുസരിച്ച് ഓരോ ആൾക്കാരും, ഇപ്പോൾ ഞാനൊരു ജനറൽ ഐഡിയ ആണ് പറയുന്നത്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് ഇംഗ്ലീഷിന് കുറച്ച് സമയം മതിയായിരിക്കും. മാത്സ് ബുദ്ധിമുട്ടായിരിക്കും, അതിന് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. വേറെ ചില
എല്ലാവർക്കും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. മാത്സ് എളുപ്പമായിരിക്കും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പക്ഷേ ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും. അപ്പം നിങ്ങളുടെ എബിലിറ്റി എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് ആകെയുള്ള സമയത്തിന് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് പഠിക്കുവാണ് വേണ്ടത്. ഓക്കെ, ഇനി ജി കെയിലേക്ക് വരുമ്പോൾ, ജി കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് ഫിസിക്സ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. കെമിസ്ട്രി 1 to 2 ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും ചോദിക്കാറുണ്ട്. ബയോളജിയും 1 to 2 ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. എക്കണോമിക്സിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഹിസ്റ്ററി 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ജോഗ്രഫി 2 to 3 ക്വസ്റ്റ്യൻസ് ആവറേജ് ആയിട്ട് 2024 SSC CGL ചോദിച്ചിട്ടുണ്ട്. പോളിറ്റി 2 ക്വസ്റ്റ്യൻസോളം ചോദിച്ചു. സ്റ്റാറ്റിസ്റ്റിക്ക് 6 to 7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് 3 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ജി കെയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി ജി കെ എന്ന് പറയുന്നതാണ് ഏറ്റവും ട്രിക്കി. ശരിക്കും കുറച്ച് ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 to 3 months നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ഓൾമോസ്റ്റ് നിങ്ങളുടെ കയ്യിലായിട്ടുണ്ടാവും. പിന്നെ ജി കെയിൽ സ്കോർ ചെയ്യുന്ന ആളാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് സീരിയസ് ആസ്പിരൻസിൻ്റെ കാര്യമാണ്. ജി കെയിൽ സ്കോർ ചെയ്യുന്ന ആളാണ് ഇനി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ജി കെ ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്രയും അധികം സബ്ജക്ട്സ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ആദ്യം ചെയ്യാൻ പറ്റുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എക്കണോമിക്സ്, പൊളിറ്റി എല്ലാത്തിൻ്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗൈഡൻസ് ഒന്നുമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എഡ്യൂക്കേറ്ററിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണാം. പ്രിഫറബിളി നിങ്ങൾ മാരത്തോൺസ് കാണുക. അതായത് ഇപ്പം പൊളിറ്റി ഇൻ 6 hours അല്ലെങ്കിൽ എക്കണോമിക്സ് ഇൻ 5 hours അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവുമല്ലോ, അത് കാണുക. അത് കാണുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ അവർ ഏകദേശം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രയുമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ സബ്ജക്റ്റിനെ പറ്റിയിട്ടും അറിയാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് എങ്കിലും കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എല്ലാ സിലബസിലുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഹിസ്റ്ററിയിൽ ഒരു ഗാന്ധിയൻ ഇറ നമ്മൾ പഠിക്കുന്നു. അപ്പം ആ ഗാന്ധിയൻ ഇറയിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജനറലി നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും കംപ്ലീറ്റ് ആവില്ല, അല്ലേ? ഒരിക്കലും കംപ്ലീറ്റ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക് വൈസ് അവിടെ നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നാക്കളോ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ കിരൺസിൻ്റെ ബുക്കോ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും, നിങ്ങൾക്ക് അറിയാത്ത പുതിയ കാര്യങ്ങളും കാണും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത പുതിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ടിലേക്ക് ആഡ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിലുള്ള നോളേജ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജി കെയുടെ സെക്ഷണൽ മോക്ക് ചെയ്യുക എന്നുള്ളതാണ്. സെക്ഷണൽ മോക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണ്ട കാര്യം, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു. മോക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് അനലൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള ആ ഒരു പ്രാവീണ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പാസ്റ്റ് 1 ഇയറിൻ്റെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇപ്പം 2024-25 പകുതിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2024 ഒരു ജൂൺ മുതൽ 2025 ജൂൺ വരെയോ അതിന് തൊട്ട് മുന്നത്തെ മാസം വരെ ഒരു ഏപ്രിൽ വരെയെങ്കിലുമുള്ള കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അതിനുശേഷമുള്ള ഒരു 2023-22 കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ടോപ്പിക് വൈസ് പഠിക്കുക. ടോപ്പിക് വൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ചോദിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഒരു 2 years വരെയുള്ള കറണ്ട് അഫയേഴ്സും ചോദിച്ച് കാണുന്നുണ്ട് പല ഷിഫ്റ്റുകളിലും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റ് 1 ഇയറിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അതിനുശേഷമുള്ളത് നിങ്ങൾ ടോപ്പിക് വൈസ് പഠിക്കുക. അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് വൈസ്, ഇപ്പോൾ സ്പോർട്സ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗവൺമെൻറ് സ്കീംസൊക്കെ നിങ്ങൾ ടോപ്പിക് വൈസ് പഠിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ പഠിക്കുന്നത് ഏറ്റവും അവസാനത്തേക്ക് നിങ്ങൾ മാറ്റി വയ്ക്കുക. കാരണം ഈ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ നമ്മുടെ എക്സാം ആകുമ്പോഴേക്കും ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അവസാനത്തേക്ക്, ഇനിയും മാറാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവസാനത്തേക്ക് പഠിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സൈഡിൽ നിന്ന് പഠിച്ച് പോവാം. ഓക്കെ, ഇനി മാത്സിലേക്ക് വരുമ്പോൾ മാത്സിന് നമുക്കുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഒരു ക്വസ്റ്റ്യൻ വരും, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, ചിലപ്പോൾ ഡിസ്കൗണ്ടിൽ നിന്ന് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് കോമൺ ഇൻട്രസ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, ആവറേജ് 1, ടൈം ആൻഡ് വർക്കിൽ നിന്ന് 2 to 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു 2 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ,
രണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസും അതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യനുമായിട്ടാണ് കേട്ടോ. അതാണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും, ഇവിടെ ആക്ച്വലി പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്ലസ് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ടിൽ നിന്നും കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. മിക്സഡ് ആൻഡ് ഡെലിഗേഷനിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവാറില്ല, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷേ ആവറേജിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മിക്സഡ് ആൻഡ് ഡെലിഗേഷൻ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ സിംപ്ലിഫിക്കേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, നോർമൽ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ബോർഡ് മാസ് വെച്ച് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്പർ സിസ്റ്റത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഓൾജിബ്ര 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. ട്രിഗ്നോമെട്രി 2 to 3 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഈ ട്രിഗ്നോമെട്രിയുടെ കൂടെ തന്നെ ഹൈറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെ ജോമെട്രിയിൽ നിന്ന് 2 to 3 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. മെൻസുറേഷൻ 1 to 2 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. മേ ബി 2 ക്വസ്റ്റ്യൻസ് വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മാത്സിലേക്ക് വരുന്നത്. അപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സിൻ്റെ കാര്യം വളരെ ഈസിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എഡ്യൂക്കേറ്ററിനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ മാത്സിൻ്റെ എല്ലാ ടോപ്പിക്സും 4 മാസം കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് 4 മാസം കൊണ്ട് കവർ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾറെഡി പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ നോട്ടുകൾ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ, അത് തന്നെ പഠിച്ചാൽ മതി. ഇല്ല നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പുതിയ നോട്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള ക്ലാസ്സിൻ്റെ നോട്ടുകൾ എന്താണോ അത് തന്നെ പഠിക്കുക. പുതിയ നോട്ടുകൾ നമുക്ക് ഓരോ പ്രാവശ്യവും ഓരോ എഡ്യൂക്കേറ്ററിനെയും നമ്മൾ പുതിയതായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ പുതിയ നോട്ടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് പോകും. നമുക്കിനി അത്ര സമയം നമ്മുടെ കയ്യിലില്ല. ഇനി പുതിയതായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ഏതെങ്കിലും ഒരു എഡ്യൂക്കേറ്ററിനെ ഫോളോ ചെയ്യാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ നോട്ടുകൾ എഴുതി പോവാം. ഓക്കെ, പെട്ടെന്ന് നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഇനി ഒരുപാട് സമയം കളയാതിരിക്കുന്നതാണ് ബുദ്ധി. ഒരു 4 മാസത്തിനകത്ത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഈ സിലബസ് കംപ്ലീഷൻ്റെ കൂടെ തന്നെ ചെയ്ത് തീർക്കണം. അതായത് ഇപ്പോൾ പെർസെൻറ്റേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിലബസിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം 4 മാസത്തിനകത്ത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും, ഓരോ ടോപ്പിക്കിൽ നിന്നും വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സെക്ഷണൽ മോക്കുകൾ എഴുതുക എന്നുള്ളതാണ്. 1 മാസത്തേക്ക് നിങ്ങൾ മാത്സിൻ്റെ സെക്ഷണൽ മോക്കുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് നിങ്ങൾക്ക് റാപ്പിഡായിട്ട് എല്ലാ ടോപ്പിക്കിൻ്റെയും റിവിഷൻ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുൾ മോക്കുകൾ ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഒരു 1 മന്ത് നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പഠിച്ച് തീർത്തതിന് ശേഷം ഫുൾ ടൈം ഡെയിലി ഒരു 2 മോക്കെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മോക്ക് ചെയ്യുന്ന സമയത്ത് മോക്ക് ചെയ്ത് തീർക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ അനാലിസിസ് പ്രോപ്പറായിട്ട് ചെയ്യാനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ സ്കോർ വരുന്നു, സ്കോർ വന്നതിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു പോകുന്നു. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് പറ്റിയത്, ഏതൊക്കെ സ്ഥലത്താണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും പ്രിപ്പറേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെക്കുക. അതായത് ഒരു 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പഠിക്കുക. 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് പഠിക്കുക. സ്ക്വയേഴ്സ് ഇഫ് പോസിബിൾ 50 വരെയുള്ള നമ്പേഴ്സിൻ്റെത് പഠിക്കുക. നിങ്ങൾക്ക് മിനിമം 1 to 30യുടെ സ്ക്വയേഴ്സ് എങ്കിലും പഠിക്കുക. 1 to 20യുടെ ക്യൂബ്സ് പഠിക്കുക. അതുപോലെ തന്നെ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. അതുപോലെ തന്നെ ആൽഫബറ്റ്സിൻ്റെ പൊസിഷണൽ വാല്യൂസ് പഠിക്കുക. ആൽഫബറ്റ്സിൻ്റെ പൊസിഷണൽ വാല്യൂസ്, അതായത് ഇപ്പോൾ എ ആണെങ്കിൽ 1 ആണ്, ബി ആണെങ്കിൽ 2 ആണ്, ഇസഡ് ആണെങ്കിൽ 26 ആണെന്നുള്ള ആൽഫബറ്റിൻ്റെ പൊസിഷണൽ വാല്യൂസ് കാണാതെ പഠിച്ച് വെക്കുക. ഇതൊന്നും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയാലും അല്ലെങ്കിൽ സ്ക്വയർ ക്യൂബ്സ് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ട്രിക്സ് ഒരുപാടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അതൊക്കെ ഉപയോഗിക്കേണ്ടത് ഇതിന് പുറത്തേക്കുള്ള ഒരു നമ്പർ വരുമ്പോഴാണ്. കാരണം ഒരു പോയിന്റിന് ശേഷം SSC എക്സാംസിൻ്റെ സ്പീഡാണ് ഇമ്പോർട്ടൻറ്റ്. സിലബസ് ഒക്കെ നമുക്ക് കവർ ചെയ്യുന്നത് കുറച്ചും കൂടെ ഈസിയാണ്. ഓക്കെ, ആൻഡ് റീസണിങ്ങിലേക്ക് വരുമ്പോഴും മാത്സിലേക്ക് വരുമ്പോഴും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇത് ഡെയിലി റിവിഷൻ ചെയ്യുക. റീസണിങ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മാസമേ വേണ്ടി വരത്തുള്ളൂ. സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് 1 മന്താണ്
ആവശ്യം ഉണ്ടാവുക. അത് തന്നെ മാക്സിമം ഒരു ദിവസം ഒരു ടോപ്പിക്ക് ഒരു 1 hour വെച്ച് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ ടോപ്പിക് വൈസ് ആൻഡ് സെക്ഷണൽ മോക്കുകൾ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. റീസണിങ് നമ്മൾ എത്ര പെട്ടെന്ന് തീർക്കുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ്, അല്ലാതെ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ എല്ലാവരെ കൊണ്ടും തന്നെ നല്ല രീതിയിൽ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റീസണിങ് നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്ത് തീർത്ത് ആ സമയം കൂടെ മാത്സിൽ യൂസ് ചെയ്ത് മാത്സ് നല്ലോണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 monthsനകത്ത് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലാസ്റ്റ് 1 month, അതായത് ജൂൺ എത്തുന്നതിന് മുന്നേ ഉള്ള 1 മാസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മോക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ടൈം എല്ലാം തന്നെ ഫുൾ മോക്കുകൾ ചെയ്യാൻ. ഏകദേശം ജൂലൈയിലാണ് എക്സാം എങ്കിൽ നമുക്കൊരു 2 മാസത്തോളം ഫുൾ മോക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ വീഡിയോസും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും ടോപ്പിക് വൈസ് പോകുന്നുണ്ട്. ആ ക്ലാസ്സുകൾ ഫ്രീ ക്ലാസ്സുകളാണ്, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. കുറച്ച് ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. പിന്നെ എന്താണ്, യൂട്യൂബിൻ്റെ ഒരു കാര്യം പറയുമ്പം ബേസ് മുതലുള്ള പ്രോപ്പർ ക്ലാസ്സുകൾ പണ്ട് നമ്മൾ ചെയ്ത ക്ലാസ്സുകൾ കിടപ്പുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെയ്ത വീഡിയോസ് ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് ചെയ്യുന്നത്. ഒരേ കാര്യം തന്നെ നമ്മൾ പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ വീഡിയോസ് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് പഠിക്കാം, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പർ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇതാണ് ഓൺലൈൻ കോഴ്സിൻ്റെ നമ്പർ, ഇതാണ്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഫീസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അവിടെ ജോയിൻ ചെയ്തിട്ട് പഠിക്കുക. എവിടെയായാലും സിലബസ് കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിലും ശരി, ഒരുപാട് സമയം നിങ്ങൾ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് സമയം കളയാതെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു 4 മാസത്തിനകത്ത് എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്ന ഉറപ്പിച്ചിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും ആ ഒരു ഹയർ കട്ട് ഓഫ് തന്നെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അത് മുന്നിൽ കണ്ട് തന്നെ പഠിക്കുക. ഇനി ഇപ്പോൾ ആദ്യമായിട്ട് ബിഗിനറാണ്, നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ എക്സാമിന് നിങ്ങളുടെ 100% കൊടുത്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് സ്കോർ ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അഥവാ പറ്റിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം നമുക്ക് CHSL വരാനുണ്ട്, MTS വരാനുണ്ട്, CPO വരാനുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള, നിങ്ങൾ CGL ലക്ഷ്യം വെച്ച് പഠിക്കുക. നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ എക്സാംസും എഴുതുക. ഒരു ജോലിയും മോശമല്ല. നിങ്ങൾ ഏത് ഇപ്പോൾ CHSL എഴുതി കയറിയാൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ഹയർ ലെവലിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ മുന്നിൽ കുറച്ച് കഴിയുമ്പോൾ തുറന്ന് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ്സ് നോട്ട് ഈസി. ഇത് ഈസി ആണെന്ന് ഞാൻ പറയില്ല. ഈസി ആണെങ്കിൽ എല്ലാവർക്കും കിട്ടിയേനെ. നിങ്ങളുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ മാക്സിമം ടൈം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് ഞാൻ പറഞ്ഞത് ജനറലി നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ഐഡിയയാണ്, നിങ്ങളൊരു സ്ട്രാറ്റജിയാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നുള്ള ടൈം ടേബിൾ ഒരു 6 monthsന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ടൈം ടേബിൾ നമ്മൾ ഉടനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്ത് പഠിക്കാം. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ടൈം. ഹാപ്പി ലേണിംഗ്.